പ്രത്യേക വാർത്താ പരമ്പരയിലേക്ക് കടക്കുകയാണ്. ജീവിതം തകരുന്ന കൊല്ലം. കേരളത്തിന്റെ കൺമുന്നിൽ ഒരു പരമ്പരാഗത വ്യവസായം മരിച്ചു വീഴുകയാണ്. കോടികളുടെ വിദേശ നാണ്യം തേടിത്തന്നിരുന്ന കശുവണ്ടി മേഖല ഇനി നിലനിൽക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ദയയില്ലാതെ പെരുമാറുന്ന ബാങ്കുകളുമാണ്. കൊല്ലത്ത് കോവിഡിന് ശേഷമുള്ള സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇതുവരെ ജപ്തി ചെയ്ത് 30-ലധികം കശുവണ്ടി വ്യാപാരികളുടെ വീടുകളാണ്. ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണത്. സാമ്പത്തികമായി തകർന്ന ഒരു വ്യാപാരി ആത്മഹത്യയിൽ എല്ലാം അവസാനിപ്പിച്ചു. ന്യൂസ് 18 ക്യാമ്പയിൻ തുടരുന്നു. ജീവിതം തകരുന്ന കൊല്ലം. കൊല്ലത്ത് കശുവണ്ടി വ്യവസായം നടത്തിയിരുന്ന നിയാസ് എന്ന വ്യക്തിയുടെ വീടിന് മുന്നിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ഈ വീടും ജപ്തി ചെയ്ത് പോയിരിക്കുന്നു. പഞ്ചാബ് നാഷണൽ ബാങ്കാണ് വീട് ജപ്തി ചെയ്തിട്ടുള്ളത്. 1,37,00,000 രൂപയുടെ ബാധ്യതയാണ് ഉണ്ടായത്. ഒരു സമയത്ത് 3 ഫാക്ടറി കേരളത്തിൽ തൊഴിലാളികൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും സർക്കാർ പ്രഖ്യാപിച്ച എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്തുകൊണ്ട് 3 ഫാക്ടറിയിൽ ഏതാണ്ട് 350-400ഓളം സ്ത്രീ തൊഴിലാളികൾ പണി കൊടുത്തൊരു വ്യവസായിയുടെ വീടാണിത്. നിങ്ങൾക്ക് ഈ വീട് കാണുമ്പോൾ അറിയാം, ഈ നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. എല്ലാ സുഖ സൗകര്യങ്ങളും കൂടി നല്ല നിലയിൽ ജീവിച്ച് വന്ന് നല്ല നിലയിൽ വ്യവസായം നടത്തി തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കണമെന്ന് പറഞ്ഞ് വളരെ ആഗ്രഹിച്ച് മുന്നോട്ട് പോയ യുവ വ്യവസായിയാണ് അദ്ദേഹത്തിന് ഇതേ കണക്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഒരു സുപ്രഭാതത്തിൽ വന്ന് അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ 2 കുട്ടികളെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും പ്രായമായ ഏതാണ്ട് 10-80 വയസ്സോളം പ്രായമായ മാതാവിനെയും അവർ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. കുറച്ച് മുന്നേ ഇദ്ദേഹം ഈ വീടിൻ്റെ ബാക്ക് വശം, അതായത് ബെൻസിഗർ ഹോസ്പിറ്റലിലെ എൻട്രൻസിലായിട്ട് ചെറിയൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങി. ആ റെസ്റ്റോറൻറ്റ് അദ്ദേഹത്തിൻ്റെ വ്യവസായ പ്രസിഡന്റ് ഉപജീവന മാർഗത്തിന് വേണ്ടി തുടങ്ങിയ റെസ്റ്റോറൻറ്റ് അത് ഏതാണ്ട് ഈ അടുത്ത സമയത്ത് 10-20 ലക്ഷം രൂപയോളം കടം വാങ്ങി റിന്യൂവേറ്റ് ചെയ്ത ആ ഹോട്ടൽ ആരംഭിച്ചത്. ആ ഹോട്ടൽ വരെ അവർ കൂട്ടിക്കൊണ്ട് വന്ന അതിനൊരു സാവകാശം കൊടുക്കാൻ ഞങ്ങൾ കാല് പിടിച്ച് ബാങ്കുകാരോട് അപേക്ഷിച്ചു. രജിസ്റ്റർ ചെയ്ത 850 കശുവണ്ടി ഫാക്ടറികൾ പ്രവർത്തിച്ചിരുന്ന കൊല്ലം ജില്ല ഇന്നുള്ളത് 50ഓളം കേന്ദ്രങ്ങൾ മാത്രം. ഓരോ ഫാക്ടറികളിലും ജോലി ചെയ്തിരുന്നത് ഏതാണ്ട് 200 വീതം തൊഴിലാളികൾ, അതിലേറെയും സ്ത്രീകൾ. കോവിഡ് വന്നതോടെ കയറ്റുമതി നിലച്ചു. നിരവധി പേർക്ക് തൊഴിലുകൾ നൽകിയിരുന്ന വ്യവസായികൾ വീടുകൾ ജപ്തിയിലായി ഇന്ന് ഏത് നാട്ടിൽ ജീവിക്കുന്നു എന്ന് പോലും അറിയില്ല. പരമ്പരാഗത വ്യവസായങ്ങളെക്കുറിച്ച് പറയാതെ ഒരു ബജറ്റ് പ്രസംഗവും സംസ്ഥാന നിയമസഭയിൽ ഉണ്ടായിട്ടില്ല. പലപ്പോഴും ഇങ്ങനെയുള്ള വ്യവസായങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ അനുവദിച്ചതായി ധനമന്ത്രിമാർ പ്രസംഗത്തിൽ പറയാറുമുണ്ട്. തങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ കഴിയും. താങ്കൾ താമസിച്ചിരിക്കുന്ന വീട് ഏത് നിമിഷവും ജപ്തിയിൽ പോകുന്ന ഒരു ഘട്ടമാണ്. ഇപ്പോൾ എന്താണ്, വീട്ടിൽ ആരൊക്കെയാണുള്ളത്, എന്താണ് അവസ്ഥ? ഇപ്പോഴത്തെ അമ്മായും ഭാര്യയും ഒരു കൊച്ചുമോളുമാണ്. എങ്ങനെയായിരുന്നു ഈ വ്യാപാരം? എങ്ങനെയായിരുന്നു? പരിപ്പ് കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് പ്രോസസ്സ് ചെയ്ത് കൊടുക്കുകയായിരുന്നു? പരിപ്പ് പല കമ്പനികളിൽ നിന്നും എടുത്തിട്ട് നമ്മളത് തരംതിരിഞ്ഞ് അതിൻ്റെ കളറും അതിൻ്റെ ചെറുപ്പവും വലിപ്പവും ഒക്കെ തരംതിരിഞ്ഞിട്ട് പൂന, ഡൽഹി അങ്ങനെയൊക്കെ അയപ്പായിരുന്നു. ഏത് ബാങ്കിൽ നിന്നാണ് വായ്പ എടുത്തത്? എത്ര രൂപ വായ്പ എടുത്തിരുന്നു? തമിഴ്നാട് മെർക്കൻറ്റൈൽ ബാങ്കിൽ നിന്ന് നമ്മൾ 50 ലക്ഷം രൂപയാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ അത് പലിശ സഹിതം 65 ആയിട്ടുണ്ട്. കല്ലന്താഴത്ത് 3 മാസം മുൻപ് ജപ്തിയിലായ വീടിന് മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പ്രവാസ ലോകത്ത് ജോലി ചെയ്തിരുന്ന വ്യവസായി അദ്ദേഹം നാട്ടിലെത്തി ഒരു സംരംഭം തുടങ്ങുന്നു. കശുവണ്ടി വ്യവസായത്തിലെത്തിയ അദ്ദേഹത്തിന് പിന്നെ കാത്തിരുന്നത് ദുരന്തങ്ങളുടെ കാലമാണ്. എന്താണ് ഇവിടെ ഉണ്ടായിരുന്ന നൌഷാദ് എന്ന വ്യവസായിക്ക് സംഭവിച്ചത്? അദ്ദേഹം നല്ലൊരു കമ്പനി ഈ വിദേശ രാജ്യത്ത് തുടങ്ങി അത് വിറ്റിട്ടാണ് അദ്ദേഹം ഇവിടെ വന്ന് വ്യവസായം ആരംഭിച്ചത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ആ വിറ്റ കമ്പനിയിൽ ജോലി തേടി വീണ്ടും അദ്ദേഹം ആ പ്രവാസ ലോകത്തേക്ക് തിരിച്ചു പോയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രായമായ ഏതാണ്ട് 80 വയസ്സോളം പ്രായമായ ഒരു മാതാവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു പൊടി മകളുമാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത്. ഒരു ബാങ്ക് ഒരു സുപ്രഭാതത്തിൽ വന്ന് ഈ മാതാവിനെയും ഈ ഭാര്യയും കുട്ടിയെയും ഇവിടുന്ന് ഇറക്കി വിടുകയും ഈ വീട് ജപ്തി ചെയ്യുകയും ആ മാതാവ് അവർ ഇപ്പോൾ ഏതൊരു വാടക വീട്ടിൽ താമസിക്കുകയാണ്. മൊറട്ടോറിയം ഉൾപ്പെടെ സാവകാശം ആവശ്യപ്പെട്ട് 2021-ലും 2022-ലും വ്യവസായികൾ നൽകിയ അപേക്ഷകളിൽ വ്യവസായ വകുപ്പിൽ നിന്ന് മറുപടി ലഭിച്ചത് കഴിഞ്ഞ ആഴ്ചകളിൽ. എന്ത് ഇടപെടലാണ് വേണ്ടതെന്നാവശ്യപ്പെട്ട് ജില്ലാ വ്യവസായ വകുപ്പിൽ നിന്ന് വിളിയെത്തുമ്പോൾ വീടുകൾ ജപ്തിയിലായി എന്നത് മാത്രമല്ല, ബാങ്കുകൾ ഇതിനകം പലതും ലേലം നടത്തി കഴിയുകയും ചെയ്തു. പല സ്ഥലങ്ങൾ കണ്ടു. ഒരുപക്ഷെ
വലിയ വേദന തോന്നുന്നൊരു ദൃശ്യമാണിത്. ഒരു വീട് മുഴുവൻ കാട് കയറി നിൽക്കുക എന്നത്. ഇവിടെയും ഒരു വ്യവസായി താമസിച്ചിരുന്നതാണ്. തീർച്ചയായിട്ടും ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ 3 തലമുറ മുന്നേ ഉള്ള കുടുംബക്കാർ തുടങ്ങി വെച്ച ഈ വ്യവസായമാണ്. അത് 2, 3, 4ാമത്തെ തലമുറയിലാണ് അദ്ദേഹം വന്ന് ഈ വ്യവസായം നടത്തി അദ്ദേഹത്തിനാണ് ഈ ഗതിയിൽ എത്തിച്ചേർന്നത്. ഒരു കാലത്ത് അദ്ദേഹം ഏതാണ്ട് 3-4ഓളം ഫാക്ടറികൾ നടത്തിയിരുന്ന അദ്ദേഹം ഇവിടെ കൊല്ലത്ത് അറിയപ്പെടുന്ന ഒരു എക്സ്പോർട്ടറായിരുന്നു. ഈ എക്സ്പോർട്ടർ ഈ വന്ന ആ കൊടുങ്കാറ്റിൽ അദ്ദേഹം വീണു. പരമ്പരാഗത വ്യവസായത്തെക്കുറിച്ച് എല്ലാ കാലവും മാറി മാറി വരുന്ന സർക്കാരുകൾ പറയുന്നതാണ്. കേന്ദ്ര സർക്കാരും വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സാഹചര്യമാണ്. കൊല്ലത്ത് നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് ഓരോ വ്യവസായികളും അവരുടെ വീട് നഷ്ടപ്പെട്ട് വഴിയാധാരമായി പോകുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ്. എന്താണ് ഇവിടെ സർക്കാരിന് ചെയ്യാൻ കഴിയുക? ബാങ്കുകൾ മനുഷ്യത്വപരമായി ഇടപെടേണ്ടതുണ്ട്. സന്തോഷ് മണക്കാടിനൊപ്പം BV വിനോദ്, ന്യൂസ് 18 കൊല്ലം. BV വിനോദ് തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത വിനോദ് തന്നെ ഈ കാലിക പ്രസക്തമായ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ആരുടെയും കണ്ണെത്താത്ത ഒരു മേഖല കൂടിയാണ് ഈ വിനോദ് നേരത്തെ പറഞ്ഞത്. കാരണം നമുക്കറിയാം, കൊല്ലം എന്നത് വിനോദ് കശുവണ്ടി വ്യവസായത്തിൻ്റെ ഒരു സ്വർഗമായിരുന്നു. കശുവണ്ടി വ്യവസായികളെ കൊണ്ട് അതിൻ്റെ ഒരു പണത്തിൻ്റെ വല്ലാത്ത ഒരു ആധിക്യമൊക്കെയുള്ള ഒരു മേഖലയാണ്. ഞാനൊക്കെ 2004 മുതൽ കൊല്ലത്ത് ജോലി ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും അധികം കാണുന്നത് ഈ കശുവണ്ടി വ്യവസായികളുടെ വലിയ ഒരു പെരുക്കമുണ്ടായിരുന്നു. അവരുടെ ഒരുപാട് പല മേഖലകളിൽ തിയേറ്റർ അടക്കം ഇൻവെസ്റ്റ് ചെയ്ത സ്ഥലങ്ങളുണ്ട്. ഈ കശുവണ്ടി വ്യവസായവുമായി ബന്ധപ്പെട്ട മുതലാളിമാർക്കുണ്ടായിരുന്ന ഒരുപാട് വ്യവസായ സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ ഇന്ന് അതൊക്കെ ഏതാണ്ട് ഇല്ലാതായി എന്ന് വിനോദ് കൃത്യമായി പറഞ്ഞു വെക്കുമ്പോൾ എന്തൊരു ദുരവസ്ഥയാണ് ആ മേഖല നേരിടുന്നത് എന്നുള്ളതാണ്. ഏതാണ്ട് എത്ര ശതമാനം ബാക്കിയുണ്ടാകും വിനോദ് ഈ കുറച്ച് വർഷങ്ങൾ കൊണ്ട്? ഇപ്പോഴും കശുവണ്ടി വ്യവസായം നിലനിൽക്കുന്നുണ്ടോ അവിടെ? എത്രയോ തൊഴിലാളികൾ ജോലി ചെയ്തിരുന്ന ഒരു മേഖലയാണത്. രഞ്ജിത്ത്, വളരെ ദയനീയമാണ് കൊല്ലത്ത് കശുവണ്ടി വ്യവസായത്തിൻ്റെ ഒരു അവസ്ഥ. കാരണം നമ്മൾ ഇപ്പോൾ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 30-ലധികം വ്യാപാരികളുടെ കിടപ്പാടമാണ് ജപ്തി ചെയ്ത് പോകുന്നത്. കാരണം രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ ഇത് വലിയ തോതിൽ വിദേശ നാണ്യം ഉൾപ്പെടെ നമുക്ക് രാജ്യത്തിന് നേടിത്തന്നിരുന്ന ഒരു വ്യവസായ രംഗമാണ്. ആ വ്യവസായ രംഗമാണ് തകർന്ന് തരിപ്പണമായി പോകുന്നത്, മുച്ചൂടും മുടിയുന്നത്. ഈ വ്യവസായികളുടെ വീട് ജപ്തിയായി അവർ വഴിയാധാരമാകുന്നു, വാടക വീട്ടിലേക്ക് പോകുന്നു, മറ്റൊരു തൊഴിൽ അവർ ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുണ്ട് അവർക്ക്. അല്ലെങ്കിൽ അങ്ങനെ ശീലിച്ചു വന്നവരല്ല, ഇപ്പോൾ ഡ്രൈവറായും ഏജന്റായും ഒക്കെ ജോലി ചെയ്യുന്ന അവസ്ഥയിലേക്ക് വ്യവസായികൾ മാറുന്നു എന്നത് മാത്രമല്ല, ഓരോ ഫാക്ടറിയിലും ഏതാണ്ട് 200ഓളം പേർ ജോലി ചെയ്തിരുന്ന ഇടങ്ങളാണ്. അതിൽ ഏറെയും സ്ത്രീകളാണ്. ഈ കുടുംബങ്ങളെല്ലാം വഴിയാധാരമാകുന്നു എന്നാണ്. അതായത് പുരുഷന്മാർ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന വരുമാനത്തോടൊപ്പം തന്നെ ഇവർക്ക് ലഭിക്കുന്ന വരുമാനം കൂടി ആ കുടുംബത്തിലേക്ക് എത്തിയിരുന്നു. ആ കുടുംബം അല്ലലില്ലാതെ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ വ്യാപാര സ്ഥാപനങ്ങൾ, ഫാക്ടറികൾ പൂട്ടിപ്പോകുമ്പോൾ ഈ കുടുംബങ്ങൾ കൂടി ആണ് ഇങ്ങനെ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അന്തിച്ചു നിൽക്കുന്നത്. ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. നമ്മൾ ഈ വാർത്തയിലേക്ക് എത്തുന്നത് തന്നെ സർക്കാരിൻ്റെ നിരുത്തരവാദപരമായ ചില നിലപാടുകളാണ്. കാരണം ഈ ഒരു അപേക്ഷ അയക്കുകയാണ്. 2021-ലും 2022-ലും അപേക്ഷ അയക്കുന്നു. ബാങ്കിൻ്റെ വായ്പയിൽ കുടിശ്ശിക വരികയാണ്, അത് റീസ്ട്രക്ചർ ചെയ്യണം, അതിൽ മൊറട്ടോറിയം ഉൾപ്പെടെയുള്ള സഹായങ്ങൾ വേണം എന്ന തരത്തിൽ ആവശ്യങ്ങൾ ഉന്നയിച്ച് അവർ കത്തുകൾ അയക്കുന്നുണ്ട്, അപേക്ഷ അയക്കുന്നുണ്ട്. ഈ അപേക്ഷകളിൽ അറിയിപ്പ് വരുന്നത് അല്ലെങ്കിൽ അതിലൊരു പ്രതികരണം ഉണ്ടാകുന്നത് കഴിഞ്ഞ ആഴ്ചകളിലാണ്. അതായത് ഏതാണ്ട് 4 വർഷമാകുമ്പോഴാണ് സർക്കാരിലേക്ക്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കോ വ്യവസായ മന്ത്രിയുടെ ഓഫീസിലേക്കോ അയച്ച കത്തുകളിൽ ഒരു മറുപടി ലഭിക്കുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് രഞ്ജിത്ത് വളരെ വേദനാജനകമായ കാര്യമാണ്. കാരണം ഇവരുടെ വീട് ജപ്തിയായി പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഈ ജപ്തി ചെയ്ത വീട് തന്നെ ലേലം ചെയ്ത് പോയിട്ടുണ്ടാകും. 4 വർഷം കഴിഞ്ഞിട്ടാണ് ഒരു പ്രതികരണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ എത്ര ആത്മാർത്ഥതയാണ് സർക്കാരിന് ഇതിനുള്ളത് എന്ന സംശയം കൂടി തോന്നിപ്പോവുകയാണ്. മാത്രമല്ല 850ഓളം ഫാക്ടറികൾ കൊല്ലത്ത് പ്രവർത്തിച്ചിരുന്ന സാഹചര്യമുണ്ട്. ഇതിൽ 100-ൽ താഴെ ഫാക്ടറികൾ മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ആ ഒരു നിലയിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇനി ഉള്ളത് തന്നെ എത്ര കാലം പ്രവർത്തിക്കുമെന്ന് ഉറപ്പില്ലാത്ത ഒരു സാഹചര്യം. ആ നിലയിലേക്കാണ് ഇപ്പോൾ കശുവണ്ടി വ്യവസായം. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് വിദേശത്തൊക്കെ ഒരുപാട് ഡിമാൻഡുള്ള, നമുക്ക് ഒരുപാട് സാധ്യതകളുള്ള ഒരു വ്യവസായമാണ്. നമ്മുടെ പല വ്യവസായങ്ങളെയും പോലെ ഈ കോവിഡിന്റെ ഒരു സാഹചര്യമാണോ ഇത്ര വലിയൊരു പ്രശ്നം ഈ മേഖലയിൽ ഉണ്ടാക്കിയത്? നേരത്തെ നമുക്കറിയാം, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കശുവണ്ടി വ്യവസായികളെ അല്ലെങ്കിൽ കശുവണ്ടി മേഖലയെ പരിഗണിച്ചില്ല എന്ന വലിയ ആക്ഷേപം
കുണ്ടറയിലൊക്കെ മേഴ്സിക്കുട്ടിയമ്മയുടെ പരാജയമൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ചേർത്ത് വെച്ചിരുന്നു. ആ മേഖലയെ വല്ലാതെ പരിഗണിക്കാതിരുന്നതിന്റെ പശ്ചാത്തലം വലിയ എതിർപ്പ് ആ മേഖലയിൽ സർക്കാരുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഈ കോവിഡിന് ശേഷം, കോവിഡ് വന്ന് ഈ എക്സ്പോർട്ടിംഗ് നടക്കാത്തതിന് ശേഷം അവർക്ക് 1-2 വർഷത്തോളമായിരിക്കാം ഒരു പക്ഷേ അടച്ചുപൂട്ടുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായും ബാങ്കിൽ നിന്നെടുക്കുന്ന ലോണുകൾ അത് പലിശ കൂടും, അത് വലിയ തോതിൽ സംഭവിക്കും. മറ്റു പല മേഖലകളിലും മൊറട്ടോറിയം ഉണ്ടായിരുന്നു, ഒരുപാട് ആനുകൂല്യങ്ങൾ ലഭിച്ച പശ്ചാത്തലം ഉണ്ടായിരുന്നു. അപ്പോൾ കോവിഡ് വന്നതിന് ശേഷം ഈ മേഖലയെ പാടെ അവഗണിച്ചു, അല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ല ഈ മേഖലയെ നമ്മുടെ സംവിധാനങ്ങൾ. അതാണോ പ്രധാന കാരണമായത് വിനോദ് ഈ ഒരു തകർച്ചയ്ക്ക്? അരിജിത്ത്, നമ്മൾ ആദ്യത്തെ വാർത്തകൾ പുറത്തുവിടുമ്പോൾ മുൻ മന്ത്രി മെഴ്സിക്കുട്ടി അമ്മയും ആ ചർച്ചയുടെ ഭാഗമായിരുന്നു. നമ്മൾ മെഴ്സിക്കുട്ടി അമ്മയെ ബന്ധപ്പെട്ടിരുന്നു. മെഴ്സിക്കുട്ടി അമ്മ പറയുന്നത് ഈ ബാങ്കുകൾക്കുള്ള നിർദ്ദേശം സർക്കാർ നൽകിയിട്ടുണ്ട്. ഇങ്ങനൊരു സമിതി തന്നെയുണ്ട്, ഈ ബാങ്കുകളും സർക്കാരിൻ്റെ പ്രതിനിധികളും ഉൾപ്പെടുന്ന സമിതി തന്നെയുണ്ട്. ഈ സമിതിയുടെ ഭാഗമായുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ആ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ബാങ്കുകൾ തയ്യാറാകുന്നില്ല എന്നതാണ് ഒരു ഭാഗത്ത് പറയുന്നത്. അതേസമയം തന്നെ 2021 നൽകുന്ന അപേക്ഷയിൽ 2024 അവസാനം ഡിസംബറിൽ അല്ലെങ്കിൽ നവംബറിൽ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള കത്തുകൾ വരുന്നതിൻ്റെ ദുര്യോഗമുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥരുടെ ഏറ്റവും വലിയ വീഴ്ച. അതിന് മെഴ്സിക്കുട്ടിയമ്മ പറഞ്ഞ വാക്ക് തന്നെ, ഇതെല്ലാം ഉദ്യോഗസ്ഥരുടെ കന്നം തിരിവ് എന്ന ഒരു പ്രയോഗമാണ് മെഴ്സിക്കുട്ടിയമ്മ തന്നെ നമ്മുടെ ചർച്ചയിൽ നടത്തിയത്. ആ നിലയ്ക്ക് ഈ ഉദ്യോഗസ്ഥരെ കൂടി നിയന്ത്രിക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. കാരണം വീട് ജപ്തിയാകുന്നു, അത് ലേലം ചെയ്തു പോകുന്നു. അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞ് ഈ വ്യാപാരികൾക്ക് കത്ത് ചെല്ലുകയാണ്, നിങ്ങൾക്ക് എന്ത് ആവശ്യമാണുള്ളത്, നിങ്ങൾ ചർച്ച ചെയ്യാൻ വരണം എന്ന കാര്യം പറഞ്ഞ് ഈ വ്യാപാരികൾക്ക് കത്ത് ചെല്ലുകയാണ്. അപ്പോൾ അവർ തമിഴ്നാട്ടിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഏജന്റായി ജോലി ചെയ്യുന്നു. ഇതെല്ലാം നൂറുകണക്കിന് പേർക്ക് ജോലി കൊടുത്ത വ്യാപാരികളുടെ അവസ്ഥയാണ്. അവരുടെ കുടുംബം പട്ടിണിയിലാണ്. എവിടേക്ക് പോകണം എന്ന് പോലും അറിഞ്ഞുകൂടാതെ വഴിയിലേക്ക് ഒരു സുപ്രഭാതത്തിൽ വഴിയിലേക്ക് ഇറങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കൊല്ലത്ത് പോകുമ്പോൾ അവിടെ ഒരു ജപ്തിയുടെ രംഗമായിരുന്നു. തമിഴ്നാട് മെർക്കന്റൈൽ ബാങ്കിൻ്റെ പ്രതിനിധികൾ എത്തി ജപ്തിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു നിലയ്ക്കാണ് കണ്ടത്. നമ്മളൊരു വീട്, അത് തലമുറയായി കശുവണ്ടി വ്യാപാരം ചെയ്തു വന്ന ആളുകൾ താമസിക്കുന്ന വീടാണ്. അവരുടെ പൂർവ്വപിതാക്കന്മാർ ഈ വ്യാപാരം ചെയ്തതാണ്. അവർക്കാണ് ഈ ഒരു ഗതി ഉണ്ടാകുന്നത്. കോവിഡിന് ശേഷം തന്നെയാണ് രഞ്ജിത്ത് ഇത്തരത്തിൽ കോവിഡിന് ശേഷമാണ് ഇത്ര വലിയ തകർച്ച ഈ മേഖലയിൽ ഉണ്ടായത്. നേരത്തെ കശുവണ്ടി തൊഴിലാളികളുടെ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തെങ്കിൽ, ഏറെ പ്രസക്തമായ കശുവണ്ടി വ്യവസായികളുടെ അവസ്ഥയാണ്. 750 മുകളിൽ ഫാക്ടറി ഉണ്ടായിരുന്ന കൊല്ലത്ത് ഇപ്പോൾ 100-ൽ താഴെ ഫാക്ടറികൾ മാത്രമെന്ന് അറിയുമ്പോഴാണ് ഈ മേഖല എത്രത്തോളം വലിയ പ്രതിസന്ധിയിലാണ് എന്നത് മനസ്സിലാക്കേണ്ടത്.